ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്തിൽ ഗോവർധിനി പദ്ധതി തുടങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. മൃഗസംരക്ഷണ വകുപ്പിന്റെ ഗോവർധിനി 2024-2025 പദ്ധതിയുടെ ദേവികുളങ്ങര ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനം നടന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പവനനാഥൻ ഉദ്ഘാടനം നിർവഹിച്ചു. ആ ഗോവർധിന പരിപാടി 25 ക്ഷീര കർഷകരെയാണ് ദേവികുളങ്ങര പഞ്ചായത്തിൽ നിന്നും തെരഞ്ഞെടുത്തത്. ആ ക്ഷീര കർഷകർക്ക് 12,500 രൂപ ഗുണം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. ഒരു കന്നുകുട്ടി വന്നു കഴിഞ്ഞാൽ ആ കന്നുകുട്ടിക്ക് 60 മാസം ഫീഡ് കൊടുക്കുക എന്നുള്ളൊരു പദ്ധതി. മൊത്തത്തിൽ 60 കിലോ ഒരു വർഷത്തിൽ കൊടുക്കാനുള്ളതാണ്. അങ്ങനെ 12 മാസം 60 കിലോയും പിന്നത്തെ ഒരു മാസക്കാലം 75 കിലോയും കൊടുത്തുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ അത് ഗുണകരമാണ്. നമുക്കറിയാം, ക്ഷീരകർഷകർ എപ്പോഴും പരിദേവനങ്ങളാണ്. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് എപ്പോഴും കേൾക്കുന്നത്. എന്നിട്ട് ഇതിൻ്റെ കാലിത്തീറ്റയുടെ വില, അത് പരിചരിക്കുന്നതൊക്കെ പ്രശ്നങ്ങളുണ്ട്. പുല്ലിൻ്റെയും ഒക്കെ വില ഭയങ്കരമായി കൂടുകയാണ്. അപ്പോൾ എല്ലാ ക്ഷീരകർഷകരെയും നമ്മൾ സ്ഥിരമായി അവരുടെ യോഗങ്ങൾക്ക് കേൾക്കുന്ന വസ്തുത പറഞ്ഞാൽ ഞങ്ങൾക്ക് നഷ്ടമാണ്. ഇപ്പോൾ പഞ്ചായത്താണെങ്കിൽ നമുക്ക് 3-4 രൂപയൊക്കെ നമ്മൾ സബ്സിഡി കൊടുക്കുന്നുണ്ട്. പഞ്ചായത്തും ബ്ലോക്കും ജില്ലയും ഒക്കെ ചേർന്നിട്ട് അത് സഹകരണ സംഘത്തിൽ പാലളക്കുന്നവർക്കാണ് ആ സബ്സിഡി കിട്ടുന്നത്, അല്ലാത്തവർക്ക് കിട്ടുന്നില്ല. അപ്പോൾ അത് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ പഞ്ചായത്ത് തന്നെ കാലിത്തീറ്റ നമ്മൾ കൊടുക്കുന്നുണ്ട്. തൊഴുത്ത് നിർമ്മിക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ നമ്മൾക്ക് പൈസ ഇപ്പോൾ 1.5 ലക്ഷം വരെ തൊഴുത്ത് നിർമ്മിക്കുന്നതിന് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊക്കെ ഒരു സഹായകരമായ നിലപാടാണ്. പിന്നെ ഇപ്പം നമ്മൾ വളപ്പൊഴി കൊടുക്കുന്നു. ഇപ്പം തന്നെ ചാണകം ഇപ്പം ഉണക്കിയെടുത്തൊക്കെ പ്രോസസ് ചെയ്തെടുക്കാൻ വേണ്ടി ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രോഗ്രാം ഇപ്പം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി സാധ്യതകൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. കാഫ് സബ്സിഡി പ്രോഗ്രാം ഹരിപ്പാട് സർക്കിളിന്റെ ഡോക്ടർ അശ്വിനി പദ്ധതി വിശദീകരണവും നടത്തി. കർഷകർക്ക് ലഘു ബോധവൽക്കരണ ക്ലാസും നയിച്ചു. വെറ്റനറി സർജൻ ഡോക്ടർ അർഷ VS സ്വാഗതം പറഞ്ഞു. ദേവികുളങ്ങര ക്ഷീര സൊസൈറ്റി സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, മൃഗാശുപത്രി ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സബ്സിഡി ഗുണഭോക്താക്കളായിട്ടുള്ള 25 കർഷകരും യോഗത്തിൽ പങ്കെടുത്തു. ആദ്യഘട്ട കാലിത്തീറ്റ വിതരണത്തിലും പങ്കെടുത്തു. പദ്ധതി വഴി തുടർച്ചയായി 13 മാസം കാലിത്തീറ്റയും 32 മാസത്തേക്ക് പശുക്കുട്ടികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കും. CDNet ന്യൂസ്, കായംകുളം.